നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. എഞ്ചിനീയറിംഗുകാർക്കും നോൺ എഞ്ചിനീയറിംഗുകാർക്കും ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് 1000-ലധികം അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ബിടെക് മാത്രമല്ല, ഡിപ്ലോമക്കാരും. നോൺ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ BA, BCom, BSc തൊട്ട് BCA, BBA അങ്ങനെയുള്ള ഡിഗ്രിക്കാർക്കൊക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ 2020, 21, 22, 23 വർഷങ്ങളിലൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുള്ള 1000-ലധികം അവസരങ്ങൾ. അത് കേരളത്തിലുടനീളം മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് കന്യാകുമാരി ഏരിയയിലും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ അവസരങ്ങൾ ഒരുക്കുന്നത് ബോട്ട് സദേൺ റീജിയൻ ആണ്. ബോട്ട് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. സദേൺ റീജിയൻ ആണ്, സദേൺ ഇന്ത്യ റീജിയൻ ആണ് അവസരങ്ങൾ ഒരുക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇതിന്റെ അവസരം ലഭ്യമായിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അവസരം ഒരുക്കുന്നത് ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, BOAT, ബോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ സദേൺ റീജിയൻ ആണ്. അവർക്ക് ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പൊ ഇവരെ ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളിലൊക്കെ അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള അവസരമാണ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫുൾ ടൈം ജോലി ആയിരിക്കത്തില്ല, ഇതൊരു പെർമനന്റ് ജോലി ആയിരിക്കത്തില്ല. ഇതൊരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും. അതേപോലെ ശമ്പളം ആയിരിക്കില്ല കിട്ടുക, സ്റ്റൈഫൻഡ് ആയിരിക്കും കിട്ടുക. അത് വ്യത്യസ്തമായിരിക്കും. ഒരു 9,000, 10,000 അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റൈഫൻഡ് ആയിരിക്കും ലഭ്യമാവുക 1 ഇയറിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഈ തൊഴിൽ അവസരങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കരിയറിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിയുന്ന മുറയ്ക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റ് ജോലികളിലേക്ക് മാറുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ വോക്കിൻ ഇന്റർവ്യൂ ഞാൻ സൂചിപ്പിച്ചു, 1 ഫെബ്രുവരി തൃശ്ശൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും BA, BSc, BCom, BBA, BCA ഒക്കെ കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞവർ, ഉദാഹരണത്തിന് BPharm അല്ലെങ്കിൽ അങ്ങനത്തെ MLT അങ്ങനത്തെയൊക്കെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞവർക്കൊക്കെ ഈ വോക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. 1 തീയതി 9:30-ക്കും 5 മണിക്കും ഇടയ്ക്കായിട്ടാണ് ഇത് നടക്കുക. 2020, 21, 22, 23 വർഷങ്ങളിൽ ഈ ഡിഗ്രി കഴിഞ്ഞവർക്കായിരിക്കും അവസരം. വോക്കിൻ ഇന്റർവ്യൂ തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള കൈലാസനാഥ വിദ്യാനികേതനിൽ വെച്ചായിരിക്കും. അപ്പോൾ അതിന് ഈ NAT രജിസ്ട്രേഷനോ അല്ലെങ്കിൽ യൂസർ ID ക്രിയേഷനോ ഒന്നും ആവശ്യമില്ല. ഒരു സിമ്പിൾ ആയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞതൊക്കെ ഇവിടെ ഇവർ നൽകിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും സെലക്ഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 3 സെറ്റ് ബയോഡേറ്റ ആയിട്ട് വേണം നിങ്ങൾ വോക്കിൻ ചെയ്യുവാനായിട്ട്. ഓൾറെഡി നിങ്ങൾ ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എടുത്തവർക്ക് ഇനി അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയുക. ഈ ബോട്ടിന്റെ അല്ലാത്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ QR കോഡോ അല്ലെങ്കിൽ ഈ ലിങ്കിലോ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം ഇതിൽ പങ്കെടുക്കുവാനായിട്ട്. അപ്പം ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗുകാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ തൃശ്ശൂരായിരിക്കും. ഇനി എഞ്ചിനീയറിംഗുകാർക്കും മറ്റു ഓപ്പർച്യൂണിറ്റിയും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ബോട്ടിന്റെ തന്നെ അടുത്ത ഈ ഒരു സ്പോട്ട് രജിസ്ട്രേഷൻ, ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇടുക്കി ജില്ലയിലുണ്ട്. അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഫെബ്രുവരി 17-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഇതും സെയിം അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി 1 ഇയറിലേക്കായിരിക്കും. സ്റ്റൈഫൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ ഇടുക്കിയിൽ നടക്കുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ BTech മാത്രമല്ല, ഡിപ്ലോമക്കാർക്കും അവസരങ്ങളുണ്ട്. അത് എല്ലാ ബ്രാഞ്ച് കഴിഞ്ഞവർക്കും. അത് 2020, 21, 22, 23 വർഷങ്ങളിൽ എഞ്ചിനീയറിംഗോ പോളി ഡിപ്ലോമയോ എല്ലാ ബ്രാഞ്ച് കഴിഞ്ഞവർക്കും ഇതിൽ പങ്കെടുക്കാം. 17 ഫെബ്രുവരി 9:30-ക്കും 5 മണിക്കും ഇടയ്ക്കായിട്ട് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തുള്ള ഗവൺമെന്റ് പോളിടെക്നിക്കിലായിരിക്കും ഈ ഒരു അവസരമുള്ളത്. അവർക്ക് ഇവിടെ നിങ്ങൾക്ക് NAT രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ ഒന്നും ഇവർ അയക്കത്തില്ല, ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 3 സെറ്റ് ബയോഡേറ്റ ആയിട്ട് വേണം ഇതിൽ പങ്കെടുക്കുവാനായിട്ട്. അതിനും ഒന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇനി നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, അതിൻ്റെ നമ്മളുടെ തിരുവനന്തപുരവുമായി അടുത്തുള്ള കന്യാകുമാരി ജില്ലയിലും ഈ ഒരു അവസരം ലഭ്യമായിട്ടുണ്ട്. അപ്പം അതും ഈ ബോട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. സെന്റ് ജൂഡ് കോളേജിൽ വെച്ചിട്ടായിരിക്കും അവിടെ ലഭ്യമായിരിക്കുന്നത്. ഇത് 24 ജനുവരിയിലാണ് ഈ ഒരു അവസരമുള്ളത്. 9 മണിയാണ് അതിൻ്റെ ടൈം. അപ്പോൾ അവിടെയും സെൻട്രലൈസ്ഡ് അപ്രന്റീസ്ഷിപ്പ് സെലക്ഷൻ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ
എല്ലാ എഞ്ചിനീയറിംഗുകാർക്കും നോൺ എഞ്ചിനീയറിംഗുകാർക്കും ഡിപ്ലോമക്കാർക്കും പങ്കെടുക്കാം. അപ്പോൾ BA, BSc, BCom, BBA, BCA തുടങ്ങിയുള്ളവർക്ക്, പോളി ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ BE, BTech കഴിഞ്ഞവർക്കും പങ്കെടുക്കാം. ഇവിടെയും 2020, 21, 22, 23 വർഷങ്ങളിൽ കഴിഞ്ഞവർക്കായിരിക്കും അവസരമുള്ളത്. അപ്പോൾ 24 തീയതി ഫെബ്രുവരി സെന്റ് ജൂഡ് കോളേജ് കന്യാകുമാരി ജില്ലയിലായിരിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം വേണം നടക്കുവാൻ. കാരണം തമിഴ്നാട്ടിൽ ഇനിയും മലയാളികൾക്ക് പ്രവേശനമില്ല ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കണം. ഇവിടെയും വേറെ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും വേണ്ട. ഞാൻ മുമ്പ് സൂചിച്ച പോലെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും. 2019 മുതലുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. 19 മുതൽ 23 വരെയുള്ള വർഷങ്ങളിൽ പാസ് ഔട്ട് ആകുന്നവർക്ക്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അവസരമുണ്ട്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. 3 സെറ്റ് റെസ്യൂമേ ആയിട്ട് വേണം പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി ഇങ്ങനത്തെ ട്രെയിനിങ് അണ്ടർഗോൺ ചെയ്തവർ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരിവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് മൾട്ടിനാഷണൽ കമ്പനീസ് ഈ ഒരു ഫെയറിൽ പങ്കെടുക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കമ്പനികൾ മാത്രമല്ല, ബഹിരാഷ്ട്ര കമ്പനികളിൽ വരെ അവസരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഇവിടേക്ക് എത്താനായിട്ടൊക്കെയുള്ള ബസ് ഫെസിലിറ്റികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗുകാർക്കും നോൺ എഞ്ചിനീയറിംഗുകാർക്കും എന്തിന് പാരാമെഡിക്കലുകാർക്ക് വരെ, അത് 2020 മുതൽ ഇപ്പം പാസ് ഔട്ട് ആയിട്ട് വരെ ഉള്ളവർക്കുള്ള ഒരു പിടി അവസരങ്ങൾ, പ്രത്യേകിച്ച് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ബോട്ടിൻ്റെയൊക്കെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഒരു സിമ്പിൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം ഈ ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട്. അവർക്ക് ഇതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും നൽകേണ്ടതില്ല എന്നുള്ള കാര്യങ്ങൾ. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ jobsbricks.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൂടിയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.